ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയെക്കുറിച്ചാണ് നമ്മളിന്ന് കാണുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ നമ്മളത് വ്യക്തമായി കാണുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രന് ജനിക്കുവാൻ വേണ്ടി മറിയത്തെ തിരഞ്ഞെടുക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർഥയായി ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ നാസറത്തിലെ കന്യകയായ വിനീതിയായ മറിയത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. ലോകരക്ഷകനായ ഈശോയെ ജനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ലോകരക്ഷകനായ ഈശോയുടെ അമ്മയായി തീരുവാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയുടെ സാരസംഗ്രഹം. ലോകത്തിന് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സമീപിക്കുന്നത്. അവൻ പറയുന്നു, ലോകരക്ഷകന്റെ മാതാവാകുവാൻ വേണ്ടി വിനീതിയായ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രയേലിൽ സമ്പന്നരും പ്രതാപികളുമായ അനേക സ്ത്രീകൾ രക്ഷകന്റെ അമ്മയാകുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് വിനീതയും നിഷ്കളങ്കയുമായ മറിയത്തെയാണ്. ദൈവം പരിഗണിക്കുന്നത് ഹൃദയശുദ്ധിയും ജീവിത നൈർമല്യവുമാണ്. മറിയത്തിൻ്റെ ജീവിതശുദ്ധിയും ഹൃദയശുദ്ധിയും ജീവിത നൈർമല്യവും ദൈവം പരിഗണിച്ചു. വിനീതിയായ മറിയത്തിൻ്റെ പക്കലേക്കാണ് ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഹൃദയശുദ്ധിയും ജീവിത നൈർമല്യവുമായി ഉള്ള മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തത് എന്തെന്നാൽ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ, ലോകദൃഷ്ടിയിൽ അശക്തമായവയെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും എളിയവരിലും സ്വയം വിനീതരാക്കുന്നവരിലുമാണ്. ഈ സന്ദേശത്തിന് ത്രിവിധ മാനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മറിയത്തെ പോലെ വിനീത ഹൃദയത്തിലും എളിമ ഉള്ളവളും
ഹൃദയശുദ്ധിയും ജീവിത നൈർമല്യവും അതുപോലെ തന്നെ എളിയ ജീവിതം നയിക്കുന്നവരും ആയിത്തീരുവാൻ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ണീശയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധന്മാരെ, സർവ്വ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ദൈവവചനങ്ങൾ വായിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും ചിന്തകളെയും അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആശ്രയ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.